All right. Fine. So we'll start with today's session. Okay. So last class നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? Anybody who remembers? എന്തിനെ കുറിച്ചായിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തേ? മിസൈൽസിനെ കുറിച്ച് അല്ലേ? We studied about cruise missiles and ballistic missiles. And the reason why we studied about these missiles was because we were dealing with Agni 5. പക്ഷെ നമുക്ക് Agni 5 complete ചെയ്യാൻ പറ്റിയില്ല. We would first ഒരു idea about ballistic missile and cruise missile കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അത് നോക്കിയത്. അപ്പം എന്താണ് ബാലിസ്റ്റിക് മിസൈൽ ക്രൂയിസ് മിസൈൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ് മെയിൻ ആയിട്ടുള്ള? Any 1 or 2 points that you can tell me? Anybody? കൺട്രോൾ ചെയ്യാൻ പറ്റും അത് ക്രൂയിസ് മിസൈൽ വിട്ടതിന് ശേഷം. കേട്ടില്ല നവീൻ, ഒന്നും കൂടെ പറയാവോ? Can you repeat it once again? Naveen, am I audible? Can you repeat it once again? ലോഞ്ചിന് ശേഷം കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാലിസ്റ്റിക് മിസൈൽ ആണെങ്കിൽ ലോഞ്ചിന് ശേഷം കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പം പതുക്കെ ഇന്നോവേഷൻ വരുന്നുണ്ട് ആ മേഖലയിൽ. ആൻഡ് ക്രൂയിസ് മിസൈലിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി നാവിഗേറ്റഡ് അല്ലേ, നമുക്ക് മാനുവർ ചെയ്യാൻ പറ്റും ഈവൻ ആഫ്റ്റർ ദ ഫ്ലൈറ്റ്. So that is the main difference between ballistic missile and cruise missile. പിന്നെ ballistic missile can ഭയങ്കര ഹൈറ്റിലാണ് ballistic missile പോകുന്നത്, and it follows a parabolic അല്ലേ descent. നമ്മൾ ഈ ഗ്രാവിറ്റേഷൻ ആണ് ballistic missileന്റെ കേസിൽ വർക്ക് ചെയ്യുന്നത്. ക്രൂസ് മിസൈൽ ആണെങ്കിൽ ജെറ്റ് എഞ്ചിൻ ആണ് യൂസ് ചെയ്യുന്നത്, ballistic missile റോക്കറ്റ് എഞ്ചിൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്രൂസ് മിസൈൽ ക്യാൻ ക്രൂസ് അറ്റ് എ വെരി ലോവർ ഓൾട്ടിറ്റ്യൂഡ്. അതാണ് ക്രൂസ് മിസൈലിന്റെ പ്രത്യേകത. ബാലിസ്റ്റിക് മിസൈൽ പെട്ടെന്ന് റഡാർ പിടിക്കും, whereas cruise missile പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല because it flies at a lower altitude. So എനിമിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് it's safer to use a cruise missile than a ballistic missile, because ballistic missile പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും because it reaches a very high എന്താ പറയുന്നത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ എത്തുന്നത് കൊണ്ട് ബാലിസ്റ്റിക് മിസൈൽ പെട്ടെന്ന് തന്നെ റഡാറിന്റെ ആ ഒരു ഏരിയയിൽ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. But cruise missile in the case adu varilla. You can maneuver it during the course, okay, and there is a very less chance that this will be detected by a radar. So cruise missile and ballistic missile തമ്മിലുള്ള കുറെ വ്യത്യാസങ്ങൾ നമ്മൾ ഇനിയും കുറെ വ്യത്യാസങ്ങൾ പഠിച്ചു. There are many types അല്ലേ, subsonic, supersonic, hypersonic. What is the difference between subsonic, supersonic, hypersonic? എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ഇതിനെ? സ്പീഡിന്റെ ബേസിസിൽ. യെസ് ഗൗതം. സൗണ്ടിന്റെ സ്പീഡ് ഓഫ് സൗണ്ട്, റൈറ്റ്? Mach 1 or Mach 1, Mach 1 or Mach 1, however they pronounce it, both of it means is equal to the speed of the sound, right? So Mach 1 ന് താഴെ ആണെങ്കിൽ it is a subsonic missile. It can be both. Ballistic missile നും ആ കാറ്റഗറി ഉണ്ട്, ക്രൂസ് മിസൈലിനും ആ കാറ്റഗറി ഉണ്ട്. Supersonic എന്ന് പറഞ്ഞാൽ Mach 1 to Mach 5 or Mach 1 to Mach 5, and hypersonic is above Mach 5. So ballistic missile എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് ബാലിസ്റ്റിക് മിസൈലിനെ ട്രാവൽ ചെയ്യിപ്പിക്കാം. ഇറ്റ് കെൻ ഗോ അപ് ടു Mach 20, 24 and all. Whereas cruise missile usually travels at lower speeds. അങ്ങനെ ഭയങ്കര സ്പീഡിൽ ക്രൂസ് മിസൈലിനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. Okay, so these are the few differences that we saw between ballistic missile and cruise missile. All right, so now we will see Agni 5. What exactly is Agni 5? Okay, India successfully test fires Agni 5 intermediate range ballistic missile. So we also saw ballistic missiles based on the distance they can cover, അല്ലെ? ഷോർട്ട് റേഞ്ച് കണ്ടു, മീഡിയം റേഞ്ച് കണ്ടു, ആൻഡ് അതിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറിയിലുള്ളതാണ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത്. ആസ് ദ നെയിം സജസ്റ്റ്, ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് കെൻ ക്രോസ് കോണ്ടിനെന്റ്സ്. അത്രയും ദൂരത്തിലോട്ട് പോകാനുള്ള ഒരു എന്താ പറയുക കേപ്പബിലിറ്റി ഈ പറയുന്ന മിസൈലിനുണ്ട്. 5,500 kilometers or 5,000 to 5,500 kilometers and above. It can go up to 10,000 kilometers as well.
Okay, so this particular Agni 5 is again an intercontinental ballistic missile with a range of 5,000 to 5,500 kilometers. Not just 5,000, it goes up to 5,500 kilometers. So this is an intercontinental ballistic missile. നമുക്ക് intercontinental വേണമെങ്കിൽ പോലും നമുക്ക് ഇവിടെ നിന്ന് ആഫ്രിക്കനെ എയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. Okay, so Agni 5, the first point is that it is an intercontinental ballistic missile with a range of more than 5,000 to 5,500 kilometers. Who designs this particular Agni 5? ആരാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? Defense Research and Development Organization, none other than the DRDO. നമ്മുടെ ഇപ്പോൾ റൈസിംഗ് സെക്യൂരിറ്റി റിക്വയർമെന്റ്സ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു Agni 5 പോലത്തെ ഒരു മിസൈൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സർഫസ് ടു സർഫസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സർഫസ് ടു എയർ ഉണ്ട്, സർഫസ് ടു സർഫസ് ഉണ്ട്, എയർ ടു എയർ ഉണ്ട്. വാട്ട് ഡസ് ദാറ്റ് മീൻ? ബേസിക്കലി നത്തിങ് എൽസ്, നമ്മൾ സർഫസിൽ നിന്നുകൊണ്ട് വേറൊരു സർഫസിലുള്ള ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഇറ്റ് ഇസ് കോൾഡ് സർഫസ് ടു സർഫസ്. നമ്മളിപ്പോൾ സർഫസിൽ നിന്നുകൊണ്ട് ഒരു ആകാശത്തിൽ കൂടി പറന്നു പോകുന്ന ഒരു ഫ്ലൈറ്റിനെയാണ് നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ വീൽ ടെൽ സർഫസ് ടു എയർ. Right? So surface to surface, surface to air ennolla categorization varunathu based on where the ballistic missile is being sent from and where the target is. Okay, is it on land, is it on air, is it in water? ഈ ഒരു കാറ്റഗറൈസേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സർഫസ് ടു സർഫസ്, സർഫസ് ടു എയർ എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ പറയുന്നത്. സോ Agni 5 ഈസ് എ സർഫസ് ടു സർഫസ് മിസൈൽ, ബാലിസ്റ്റിക് മിസൈൽ. ഓൾറൈറ്റ്, സോ സർഫസിൽ നിന്ന് നമുക്ക് റോഡ് വഴി, റെയിൽ വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പർട്ടിക്കുലർ മിസൈലിനെ നമുക്ക് we can send this particular missile and it can target any place that is on surface itself. Fine. So surface to surface, and it is nuclear capable missile. ഇതിലെ warheads നമുക്ക് nuclear capability ഉള്ള warheads ലോഡ് ചെയ്യാൻ പറ്റുന്ന മിസൈൽ ആണ്. സോ Agni 5ന്റെ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത് intercontinental ballistic missile ആണ്. It has been designed by the DRDO. It is a surface to surface missile. It is nuclear capable and it is 3-stage solid fueled missile. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ solid fuelന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചു അല്ലേ? ലിക്വിഡ് ഫ്യൂവലിനെ കമ്പയർ ചെയ്ത് സോളിഡ് ഫ്യൂവൽ ഇസ് ഈസിയർ ടു ട്രാൻസ്പോർട്ട്. അതേപോലെ ലിക്വിഡ് ഫ്യൂവൽ പെട്ടെന്ന് കൊറോഷൻ എയ്ഡ് ചെയ്യുന്ന സമയത്ത് സോളിഡ് ഫ്യൂവൽ ആ ഒരു പ്രശ്നം വരുന്നില്ല സോളിഡ് ഫ്യൂവലിന്റെ കേസിൽ. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡ് ഫ്യൂവൽ ലീക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോളിഡ് ഫ്യൂവലിന്റെ കേസിൽ ലീക്കേജ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. സോ മൊത്തത്തിൽ നമുക്ക് ഈസിയർ ടു ട്രാവൽ, ഈസിയർ ടു എന്താ പറയുക, ട്രാൻസ്പോർട്ട്, ഈസിയർ ടു ഇൻസ്റ്റാൾ, ഇതെല്ലാത്തിൻ്റെ ഈസിനെസ് വെച്ചാണ് നമ്മൾ സോളിഡ് ഫ്യൂവൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓൾറൈറ്റ്, ആൻഡ് ഈ പറയുന്ന സോളിഡ് ഫ്യൂവലിൽ എപ്പോഴും നമ്മൾ ബാലിസ്റ്റിക് മിസൈലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ദാറ്റ് ഇറ്റ് വിൽ ഹാവ് എൻ ഓക്സിഡൈസർ ബിക്കോസ് വൺസ് ഇറ്റ് റീച്ചസ് അപ്പർ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ, നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ മേളിൽ വരെ എത്തണം അല്ലേ? അപ്പർ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എത്തിയാലേ അതിന് ഈ ട്രാജക്ടറി ഫോളോ ചെയ്ത് ഗ്രാവിറ്റേഷൻ വഴി താഴോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മേളിൽ എത്തിപ്പെടാൻ ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് പല റൗണ്ട് ഓഫ് ഫ്യൂവൽ കത്തിക്കൽ വേണ്ടി വരും ഈ ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ കേസിൽ. സോ ദിസ് ഓക്സിജൻ ഈസ് വെരി നെസസറി ഫോർ ഫ്യൂവൽ ടു ബേൺ, ദാറ്റ് വി നോ. ബട്ട് അപ്പർ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ലാക്സ് എ ലോട്ട് ഓഫ് ഓക്സിജൻ. Okay, so അങ്ങനത്തെ കേസിൽ what happens, this solid fuel already carries oxygen with it while it goes up. അതായത് അതിന് കത്താൻ വേണ്ട ഓക്സിജൻ, ഓക്സിഡൈസർ ഇതിന്റെ കൂട്ടത്തിൽ ഇത് ട്രാവൽ ചെയ്താണ് ഇത് പോകുന്നത് മേളിലോട്ട്. സോ അപ്പർ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ഡിപ്പെൻഡ് അറൗണ്ട് ഫോർ ഓക്സിജൻ സപ്ലൈ. വേറെ ക്രൂസ് മിസൈലിന്റെ കേസിൽ അങ്ങനെയല്ല. ക്രൂസ് മിസൈൽ താഴത്തെ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, റെഡിലി ഓക്സിജൻ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ക്രൂസ് മിസൈലിനുണ്ട്. അപ്പോൾ ക്രൂസ് മിസൈലിന്റെ കേസിൽ ഈ ഒരു നെസസിറ്റി ഇല്ല. പക്ഷെ ബാലിസ്റ്റിക് മിസൈലിന്റെ കേസിൽ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് സപ്ലൈ ഓഫ് ഓക്സിജൻ അഡീഷണലി ബിക്കോസ് this missile can travel up to great heights in the atmosphere. We also mentioned that it can go even above the International Space Station's orbit. ഒത്തിരി ഹൈറ്റിൽ പോകാൻ പറ്റും. Okay, so ballistic missile always carries this particular ഈ പറയുന്ന fuel with oxidizer. Okay, so the solid fuel, ഈ ഒരു solid fuelന്റെ ഉള്ളിൽ fuel plus oxidizer ആണ് ഇത് ക്യാരി ചെയ്യുന്നത്.
3 സ്റ്റേജിലായിട്ടാണ്, അതായത് ഓരോ സ്റ്റേജിൽ ഓരോ ലെയർ ഇഗ്നിഷൻ നടക്കും. അങ്ങനെ 3 സ്റ്റേജസിലായിട്ടാണ് ഇഗ്നിഷൻ നടക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് റീച്ചസ് ദാറ്റ് പർട്ടിക്കുലർ ഹൈറ്റ്. ഓക്കെ, താഴത്തെ ലെവലിൽ മാത്രമുള്ള ഇഗ്നിഷൻ കൊണ്ട് നമുക്ക് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ മേളിൽ വരെ എത്തിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലൊക്കെ അത്യാവശ്യം ദൂരം ട്രാവൽ ചെയ്യാനുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അറ്റ്മോസ്ഫിയറിന്റെ അപ്പർ ലെയേഴ്സിലോട്ട് വിടേണ്ടി വരും. ആ ഒരു പാരബോളിക് ട്രാജക്ടറി അത് ഫോളോ ചെയ്ത് താഴെ വീഴണം എന്നുണ്ടെങ്കിൽ, right? So we need a 3-stage supply of fuel to push this particular missile up to the upper layers of atmosphere. Then gravity will do the rest of the work. മേളിൽ എത്തിക്കഴിഞ്ഞാൽ gravity will do the rest of the work. Fine? Is this point clear? Any doubt? Any doubt? No, ma'am. No? Ananya, I hope it's clear. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. So I'm just quickly telling it. Okay, range about 5,000 to 5,500 kilometer, covering all of Asia and parts of Europe and Africa. Okay, so that itself gives the name, the validity, intercontinental ballistic missile, and it can carry a 1.5 ton nuclear warhead. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു 1.5 ton nuclear warhead carry ചെയ്യാൻ പറ്റും. ക്രൂയിസ് മിസൈൽസ് ആണ് യൂഷ്വലി മോർ ഹെവിയർ വാർഹെഡ്സ് യൂസ് ചെയ്യുന്നത്. ബാലിസ്റ്റിക് മിസൈൽ അത്രയും ഹെവി ആയിട്ടുള്ളത് യൂസ് ചെയ്യാറില്ല. ക്രൂയിസ് മിസൈലാണ് ഇച്ചിരി കൂടി ഹെവിയർ ആയിട്ടുള്ള. ഇപ്പൊ സിംഗിൾ ടാർഗറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂഷ്വലി ക്രൂയിസ് മിസൈൽസ് ആണ് യൂഷ്വലി കൂടുതൽ പ്രിഫർ ചെയ്യുക. ഓക്കെ, ഈ ഒരു അഗ്നിഫൈന്റെ വേറൊരു പ്രത്യേകത, നമ്മൾ മിർവ് കേപ്പബിലിറ്റിയെ കുറിച്ച് പഠിച്ചു. വാട്ട് ഇസ് മിർവ്? എനിബഡി ഹു റിമെമ്പേഴ്സ്? അതെന്താന്ന് പറഞ്ഞാൽ മതി. നമ്മൾ മിർവ് കേപ്പബിലിറ്റി, അതായത് ആകാശത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ പല ടാർഗറ്റ്സിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഒരു സിംഗിൾ ടാർഗറ്റ് അല്ല. മിർവിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ആണ് മിർവ്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. ഈ മിർവ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വൺസ് ദിസ് മിസൈൽ റീച്ചസ്, നമുക്ക് ആക്ച്വലി ഒരു വാർഹെഡിന് പകരം നമുക്ക് മൂന്ന് വാർഹെഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. 3 or 4 എത്രയാന്ന് വെച്ചാൽ, ഇതിന്റെ കേപ്പബിലിറ്റി, അഗ്നിഫൈറിന്റെ കേപ്പബിലിറ്റി അനുസരിച്ച് 3 or 4 എത്രയാന്ന് വെച്ചാൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ആൻഡ് വൺസ് ഇറ്റ് ഗോസ് ടു ദി അപ്പർ ലെയേഴ്സ് ആൻഡ് ഇറ്റ് ലാൻഡ്സ്, നമുക്ക് ഓരോ ഡിഫറെന്റ് ടാർഗറ്റ്, അതായത് നമുക്കിപ്പം ഒരു 10 കിലോമീറ്റർ റേഡിയസിലുള്ള ടാർഗറ്റുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്ക് ടാർഗറ്റ്സ്. ഓരോ ബാലിസ്റ്റിക് മിസൈൽ വിടുന്നതിന് പകരം ഒരൊറ്റ ബാലിസ്റ്റിക് മിസൈലിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു അഗ്നിഫൈർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇസ് ദിസ് പോയിന്റ് ക്ലിയർ? മിർവ് കേപ്പബിലിറ്റി എന്താന്ന് മനസ്സിലായോ? റൈറ്റ്. പണ്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബാലിസ്റ്റിക് മിസൈൽ വാസ് റിക്വയർഡ് ടു ഫോക്കസ് എ ടാർഗറ്റ്, ടു ഡിസ്ട്രോയ് എ ടാർഗറ്റ്. റൈറ്റ് നൗ യു കെൻ യൂസ് multiple warheads to destroy many targets with a single ballistic missile. So it cost cutting ആണ്, നമുക്ക് efficiency കൂടും, പല advantages ഉണ്ട്. Okay, so that is another technology feature of Agni 5. Alright, so it was tested in March 2024, allowing striking multiple targets with one launch. പിന്നെ ഇതിൽ റിംഗ് ലേസർ ഗൈറോ നാവിഗേഷൻ ആൻഡ് മൈക്രോ ഇനേർഷ്യൽ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ ഉണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് വെരി ഹൈ അക്യൂറസി. നമുക്ക് ഈ പറയുന്ന ടാർഗറ്റ്സിൽ കറക്റ്റായിട്ട് എത്തിപ്പെടാനുള്ള അക്യൂറസി ഈ ഒരു നാവിഗേഷൻ സിസ്റ്റം ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് മെയ്ഡ് ഓഫ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് വിച്ച് ഹെൽപ്സ് ഇറ്റ് റെഡ്യൂസ് വെയിറ്റ്. ആ ഒരു സ്ട്രക്ചറൽ സ്ട്രെങ്ത് കൂട്ടാനും അതേപോലെ തന്നെ വെയിറ്റ് റിഡക്ഷൻ നടത്താനും. വെയിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി എഫിഷ്യൻസി കൂടും, റൈറ്റ്? So fuel requirement will also reduce the more എന്താ പറയുക, lesser the weight, നമുക്ക് വാർഹെഡിൽ മോർ ഫോക്കസ് ചെയ്യാൻ പറ്റും, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ്. സോ ആ ഒരു മിസൈലിന്റെ മെറ്റീരിയൽ ഈസ് മെയ്ഡ് ഓഫ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഓഫ് എ വെരി ഹെവി വെയിറ്റ്. ആൻഡ് canister-based, most advanced in service. Basically canister-based എന്ന് പറഞ്ഞാൽ this is protected, these warheads are protected in canisters, okay, so that ഇവര് ഡിസ്ട്രക്ഷൻ ചെയ്യാൻ ശ്രമിച്ചാലും മിഡ്വേ, ഇപ്പം ബാലിസ്റ്റിക് മിസൈൽ വരുന്നുണ്ട്, ഡിറ്റക്ട് ചെയ്തു, അതിന് ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിച്ചാലും കാനിസ്റ്റർ യൂഷ്വലി ഈസ് മെയ്ഡ് ഓഫ് എ വെരി സ്ട്രോങ് മെറ്റീരിയൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അങ്ങനത്തെ വളരെ സ്ട്രോങ് മെറ്റീരിയൽസ് കൊണ്ടാണ് കാനിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാനിസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വാർഹെഡ്സ് സ്റ്റോർ ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എനിമി പാർട്ടി ഡിറ്റക്ട് ചെയ്താലും ഈ പറയുന്ന കാനിസ്റ്റർ ഇതിനെ ഒരു എക്സ്റ്റെൻറ്റ് വരെ പ്രൊട്ടക്ട് ചെയ്യും. സോ കാനിസ്റ്റർ ബേസ്ഡ് അതിൻ്റെ ഒരു
ഒരു അഡ്വാൻറ്റേജ് ആണ് അഗ്നി 5 മിസൈൽസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് കാനിസ്റ്റർ ബേസ്ഡ്. സോ സോളിഡ് ഫ്യൂവൽ ടെക്നോളജി, മിർവ് കേപ്പബിലിറ്റി, മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ അച്ചീവ് ചെയ്യാൻ പറ്റും. റിംഗ് ലേസർ ഗൈറോ നാവിഗേഷൻ മൈക്രോ ഇനേർഷ്യൽ സിസ്റ്റം, കോമ്പോസിറ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഹാസ് റെഡ്യൂസ്ഡ് വെയിറ്റ് ആൻഡ് ഇംപ്രൂവ് സ്ട്രക്ചറൽ സ്ട്രെങ്ത്. കാനിസ്റ്റർ ബേസ്ഡ് ആണ്. 5500 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. 1.5 ടൺ ന്യൂക്ലിയർ വാർ ഹെഡ് യൂസ് ചെയ്യാൻ നമുക്ക് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ളതാണ് അഗ്നി 5. Okay, and it has been designed by DRDO. I hope Agni 5 is clear. Can I go ahead? Yeah? Yes, ma'am. All right. Ananya, all clear? Yes, sir. Clear alle? Okay, fine. ഇപ്പം ഏറ്റവും കൂടുതൽ ന്യൂസിലുള്ള വേറൊരു ടോപ്പിക്കാണ് വൈസ് പ്രസിഡന്റിന്റെ എലക്ഷൻ അല്ലേ. വൈസ് പ്രസിഡന്റ് ആക്ച്വലി ക്വിറ്റ് ഹിസ് ഓഫീസ് ഡ്യൂ ടു സർട്ടൻ പേഴ്സണൽ റീസൺസ്. സോ ഇപ്പം പുതിയ വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വളരെ ശക്തമായി നടക്കുന്നു. ഓരോ പാർട്ടീസ് അവരവരുടെ റിപ്രസെൻറ്റേറ്റീവ്സിനെ ചൂസ് ചെയ്യുന്നു, റൈറ്റ്. സോ അധികം വൈകാണ്ട് തന്നെ നമുക്കൊരു വൈസ് പ്രസിഡൻഷ്യൽ എലക്ഷൻ വിൽ ബി ഏബിൾ ടു വിറ്റ്നസ്, റൈറ്റ്. So how exactly is the vice president's election being conducted? That is our matter of importance, right? So ingante election okke namukku news il varumba what should be our takeaway? Who becomes the vice president nilum nammada importance, nammada focus must be how he becomes the vice president, right? What is the procedure to become vice president? UPSC ki adana ഏറ്റവും important. UPSC angle nu nammal nokkumba your importance should be what is the procedure to reach that particular position, right? So നമ്മളിപ്പോൾ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരെല്ലാവരും ഇൻഡയറക്റ്റ് ഇലക്ഷനിൽ കൂടിയാണ്. അതായത് നമ്മൾ ആൾക്കാർ ഡയറക്റ്റ്ലി ആണോ എലക്ട് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റിനെ? ഡു യു തിങ്ക് പീപ്പിൾ ഡയറക്റ്റ്ലി എലക്ട്? No, ma'am. നോ, റൈറ്റ്. സോ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയാണ് ഈ ഒരു പോസ്റ്റിലോട്ട് കയറുന്നത്. ആൻഡ് വൈസ് പ്രസിഡന്റ് ആവുന്ന ആൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്നൊന്ന് പറയാൻ പറ്റുമോ? ഹി automatically becomes the chairman to a particular എന്താ പറയാ ഓഫീസ്. Can you tell me which office it is? Lok Sabha. You're close. ലോക്സഭ അല്ല. Which is the other Sabha? Okay. Rajya Sabha. Rajya Sabha. Okay. So ex officio, അതായത് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. ഈ എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്ന ടേം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഓഫീസ് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേറൊരു ഓഫീസിന്റെയും കൂടി ചെയർമാൻ ആവുന്നതിനെയാണ് നമ്മൾ എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത്. അതായത് ബിക്കോസ് ഹി ഈസ് ദ വൈസ് പ്രസിഡന്റ് he is also the chairman of the Rajya അങ്ങനത്തെ ഒരു ലിങ്ക് വരുമ്പോഴാണ് നമ്മൾ എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നത്, റൈറ്റ്. So Vice President of India, the office he occupies gives him the power to also become the chairman of the Rajya Sabha automatically. So that is ex officio. That is why we call him the ex officio chairman of the Rajya Sabha as well. Fine. So ഈ പറയുന്ന നമ്മുടെ വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ കേസിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രൊസീജിയർ മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഓൾറെഡി മെൻഷൻഡ് അബൌട്ട് ഹൗ vice president's election should be conducted and who is in charge. Election commission ആണ് ഇത് നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ. സോ പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആണെങ്കിലും വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആണെങ്കിലും okay, all of this is under the responsibility of the election commission. Fine. Now we'll deal with the articles that are mainly with ഈ പറയുന്ന വൈസ് പ്രസിഡന്റിന്റെ ടേം, ടെന്യൂർ, ഇച്ചിരി conditions under if he has to become the vice president. Okay, now Article 66 Part 2 ഇതിൽ പറയുന്നത് vice president cannot serve in either the legislature of any state or either house of the parliament. അപ്പോൾ ഇദ്ദേഹം മെമ്പർ ഓഫ് ലോക്സഭ ആവരുത്, മെമ്പർ ഓഫ് രാജ്യസഭ ആവരുത്. അതേപോലെ തന്നെ ഇദ്ദേഹം should not be a member of any state legislative assembly as well or state legislative council. സോ അത് ബേസിക്കലി അങ്ങനത്തെ ഒരു നെസസിറ്റി കൊണ്ടുവരുന്നത് ഒരു ഇമ്പാർഷ്യാലിറ്റി ആ ഒരു പൊസിഷന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റിക്വയർമെന്റ് അവർ പറയുന്നത്. സോ വെൻ യു ആർ പ്രൊപ്പോസിങ് എ പെർട്ടിക്കുലർ നെയിം, മേക്ക് ഷുവർ ദാറ്റ് ഹി ഈസ് നോട്ട് എ പാർട്ട് ഓഫ് the Lok Sabha, he is not a part of the Rajya Sabha, he is not a part of the state legislative assembly, nor is he a part of the state legislative council. Okay, so this is one
കണ്ടീഷൻ. പിന്നെ ഈ പറയുന്ന വൈസ് പ്രസിഡന്റിന് 5 വർഷമാണ് ടേം പറയുന്നത്. 5 ഇയേഴ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ആളെ നമ്മൾ കൊണ്ടുവരണം, വൈസ് പ്രസിഡന്റിനെ കൊണ്ടുവരണം. സോ ഇപ്പം നടന്നിരിക്കുന്നത് എന്താണ്, ഇത് എൻഡ് ഓഫ് ടേമിന്റെ ഒരു വേക്കൻസി അല്ല ഇവിടെ വന്നിരിക്കുന്നത്. മിഡ് വേ അദ്ദേഹത്തിന് പേഴ്സണൽ റീസൺസ് കൊണ്ട് അദ്ദേഹം മാറിപ്പോയതാണ്. സോ നൗ വി ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി കണ്ടക്ട്. അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ വൈസ് പ്രസിഡന്റിന്റെ ഈ പറയുന്ന ഇലക്ഷൻ വളരെ ടൈംലി കണ്ടക്ട് ചെയ്യേണ്ടതാണ്. അതായത് ടേം കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മളൊരു തീരുമാനം എത്തി ഇതേപോലെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും യൂഷ്വലി ചെയ്യുന്നത്. പക്ഷെ ഇൻ ദിസ് കേസ് സിൻസ് ദി ഓഫീസ് ഹാസ് ബീൻ വെക്കേറ്റഡ് മിഡ് വേ, അപ്പൊ അതുകൊണ്ടാണ് ഒരു പ്രൊസീജിയറൽ ഡിലേ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇനി പ്രൊപ്പോസ് ചെയ്യണം. ഓരോ പാർട്ടീസിന് അവരവരുടെ താല്പര്യങ്ങൾ അവർ പ്രൊപ്പോസ് ചെയ്യും. അവരവരുടെ കാൻഡിഡേറ്റ്സിനെ അവർ കോൺഗ്രസ് ആണെങ്കിലും എന്താ BJP ആണെങ്കിലും ബാക്കിയുള്ള എന്താ പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ബ്ലോക്ക് ആണെങ്കിലും എല്ലാവരും അവരവരുടെ ഒരു സജഷൻ അവർ മുന്നോട്ട് വെക്കും. ഈ സജഷൻസ് ആണ് പിന്നീട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്, റൈറ്റ്, ഫോർ ദിസ് പെർട്ടിക്കുലർ പൊസിഷൻ, ആൻഡ് ദെൻ ദ ഇലക്ഷൻ ഇസ് കണ്ടക്ടഡ്. സോ ബേസിക്കലി ഇവിടെ വൈസ് പ്രസിഡന്റിന് 5 ഇയേഴ്സിന്റെ ടേം ആണ് അണ്ടർ ആർട്ടിക്കിൾ 67 പറയുന്നത്. ടൈംലി ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണം എന്നുള്ളൊരു പ്രൊവിഷൻ ആർട്ടിക്കിൾ 68 പാർട്ട് 2 ഇൻ എനി കേസ് ഓഫ് വേക്കൻസി. വോട്ടിംഗ് ഈസ് ഡൺ. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Who takes part in the voting of the vice president? Who takes part in the voting of the president? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇച്ചിരി കെയർഫുൾ ആയിട്ട് നമ്മൾ പഠിക്കണം. വൈസ് പ്രസിഡന്റിന്റെ കേസിൽ എൻറ്റയർ ലോക്സഭ ആൻഡ് രാജ്യസഭ, ഓക്കെ, ബോത്ത് elected and nominated members of Lok Sabha and Rajya Sabha take part in the election of the vice president. Is this clear? Very clear? Okay, elected members ആണെങ്കിലും nominated members ആണെങ്കിലും രാജ്യസഭയിലെ ആണെങ്കിലും ലോക്സഭയിലാണെങ്കിലും all of them can take part in vice president. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മെമ്പേഴ്സ് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ടോ? ആർ ദേ ടേക്കിംഗ് പാർട്ട് ഇൻ ദിസ് election? No. Fine. There are no members from the state legislative assembly or state legislative council taking part in the election of the vice president. Whereas president in the election case എങ്ങനെയാണ് system work ചെയ്യുന്നത്? Can you tell me? I think we very recently discussed this topic. President in the election പറഞ്ഞോ ഗൗതം. Electoral College വെച്ചല്ലേ? Okay, Electoral College only elected members, right? No nominated members. And elected members of only the Lok Sabha or any other? And Rajya Sabha. കേട്ടില്ല. Lok Sabha, Rajya Sabha. Okay, and the state legislative assemblies അല്ലേ? Elected members ആണ് നമ്മുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ ഫോക്കസ്. അത് മറക്കരുത്. ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റിൽ elected മെമ്പേഴ്സിന് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വെറാസ് ദി ഐറണി ഈസ് ഇൻ ഹിസ് റിമൂവൽ, പ്രസിഡന്റിന്റെ റിമൂവലിന്റെ കേസിൽ നോമിനേറ്റഡ് മെമ്പേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ അവിടെ അപ്പം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. റിമൂവൽ ഇസ് ഓൺലി ഡൺ ബൈ ലോക്സഭ ആൻഡ് രാജ്യസഭ. ഫൈൻ. എലക്ട് ചെയ്യുന്നതിന് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പങ്കുചേരുന്നുണ്ടെങ്കിലും റിമൂവലിന് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഒന്നും പങ്കുചേരുന്നില്ല. ലോക്സഭയും രാജ്യസഭയാണ് അത് ചെയ്യുന്നത്. നമ്മളുടെ കേസിൽ വൈസ് പ്രസിഡന്റിന്റെ കേസിലാണെങ്കിൽ എലക്ഷൻ ഈസ് ഡൺ ബൈ members of the Lok Sabha and Rajya Sabha, both elected and nominated. Alright, so that is a catch here. Now, voting in such an election will be conducted by a secret ballot using the proportional representation system and a single transferable vote, Article 66. Basically, proportional representation system and single transferable vote എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പം പറഞ്ഞു ഓരോ പാർട്ടീസ് അവരുടെ പ്രിഫറൻസ് അവർ പറയും. Okay, so say we have 5 preferences from each parties. 5 candidates ആണ് നമുക്കുള്ളത്. And we have to vote for these 5 candidates. So usually what happens is they'll give a list of these candidates and the people who are participating in the voting process can give preferences. അവർക്ക് റാങ്ക് ചെയ്യാം. എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എൻ്റെ ഇന്ന ആളാണ്, സെക്കൻഡ് പ്രിഫറൻസ് എനിക്ക് ഇന്ന ആളാണ്, തേർഡ് പ്രിഫറൻസ് ഈ ആളാണ് എന്നുള്ള രീതിയിൽ നമുക്ക് റാങ്ക് ചെയ്യാം ബേസ്ഡ് ഓൺ ആർ പ്രിഫറൻസ്. ആൻഡ് ഫൈനലി വോട്ടിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം മെജോറിറ്റി വൈസ് അല്ല. ഓക്കെ, മെജോറിറ്റി വൈസ് അല്ല, ആർക്കാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പ്രിഫറൻസസ് കിട്ടിയിരിക്കുന്നത് ആ ഒരു അടിസ്ഥാനത്തിലാണ് വോട്ടിംഗ് നടക്കുന്നത്.
ഓക്കെ, സോ ഇവിടെ എന്താ നമ്മൾ യൂഷ്വലി ഒരു വോട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരാളെ ഒരു 5 കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ഒരാളുടെ പേര് നമ്മൾ എഴുതുന്നു, ബാലറ്റിൽ ഇടുന്നു, അങ്ങനെയല്ലേ യൂഷ്വലി നടക്കുന്നത്. ബട്ട് ഇൻ ദിസ് കേസ് വി ക്യാൻ മാർക്ക് ആർ പ്രിഫറൻസസ്, വിച്ച് പ്രിഫറൻസ് യു ഗിവ് ടു വിച്ച് പേഴ്സൺ, ആ ഒരു റാങ്കിങ് വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു റാങ്കിങ് വൈസ് കൊടുക്കുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അതിൽ വെയിറ്റേജ് ആയിട്ട് നിൽക്കുന്ന ആളായിരിക്കും ഇതിൽ എലക്ഷൻ ജയിക്കുന്നത്. അതിനെയാണ് ഈ ഒരു സിസ്റ്റം പറയുന്നത്, നമ്മുടെ ഈ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആൻഡ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്നുള്ള ആ ഒരു പോയിന്റ് പറയുന്നത് ബേസിക്കലി ഇങ്ങനത്തെ ഒരു മോഡ് ഓഫ് എലക്ഷനാണ്. ഇസ് ദിസ് പർട്ടിക്കുലർ പോയിന്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഷുഡ് ഐ റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗൈൻ? അനന്യ, ഗൗതം, നവീൻ, No, ma'am. ക്ലിയർ ആണോ? Okay, Yes, sir. all right. So that is the voting procedure. Fine. And voting is done by an electoral college made up of the elected and nominated members of Rajya Sabha and Lok Sabha. ഈ ഒരു കേസിൽ വിപ്പിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. വിപ്പ്, who is a whip? Who is a whip? വിപ്പ് ആരാണ്? പാർലമെന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുന്നതാണ്. ലീഡർ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി ഓൺ ദ ഫ്ലോർ, റൈറ്റ്? നമ്മുടെ ഫ്ലോറിലുള്ള ലീഡറിനെയാണ് നമ്മൾ വിപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് മോണിറ്റർ പോലെ നമ്മൾ പലപ്പോഴും ആ ഒരു ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സോ വിപ്പ് യൂഷ്വലി പറയുന്നത് പാർട്ടി മെമ്പേഴ്സ് ഒബേ ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഇനി ഒബേ ചെയ്തില്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ഫേസ് ചെയ്യാൻ ഉള്ള സാധ്യതയുണ്ട്, റൈറ്റ്? സോ ഈ ഒരു കേസിൽ, ഈ ഇലക്ഷന്റെ കേസിൽ വിപ്പ് വർക്ക് ചെയ്യില്ല. വിപ്പിന് തീരുമാനിക്കാൻ പറ്റില്ല നമ്മുടെ പാർട്ടി മെമ്പേഴ്സ് എന്ത് റാങ്കിങ്ങിലാണ് അല്ലെങ്കിൽ ആർക്കാണ് ആദ്യത്തെ റാങ്ക് കൊടുക്കേണ്ടത്. അയാൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ പറഞ്ഞാൽ പാർട്ടി മെമ്പേഴ്സ് ഒബേ ചെയ്യണം എന്നില്ല. ബിക്കോസ് ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷനാണ് ആരെ അവർ ചൂസ് ചെയ്യണം എന്നുള്ളത്, റൈറ്റ്? സോ ആ ഒരു ഫ്രീഡം കൊടുക്കാൻ വേണ്ടിയിട്ട് വിപ്പിന്റെ റോള് ഈ ഒരു ഇലക്ഷനിൽ നില്ലാണ്. ഇനി വിപ്പ് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ അത് ഒബേ ചെയ്തില്ലെങ്കിൽ you don't have to face anti-defection. Okay, so no whip in this particular procedure. Whip in oru role illa ennulladana. So the anti-defection laws restrictions does not apply to the election. Is this clear? Now article 66 qualifications aanu parayunnathu vice president inde. He must be an individual who is an Indian citizen. He must be at least 35 years old, minimum 35 years of age venam. His qualification, that his eligibility must be that he can be selected as a member of the Rajya Sabha. Member of the Rajya Sabha avanulla oru qualification അദ്ദേഹത്തിന് ഉണ്ടാവണം. Okay, he must be eligible to be elected to the Council of States or Rajya Sabha, but he must not be a member of Lok Sabha or Rajya Sabha. That is a point. But he must be eligible to be a member of Rajya Sabha. ആ ഒരു qualification അദ്ദേഹത്തിന് ഉണ്ടാവണം. And not occupy any profit making position. അതായത് ഗവൺമെന്റ് സർവീസിൽ കയറുന്ന ആൾക്കാർക്ക് പൊതുവെ നമ്മൾ പറയുന്ന ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവാൻ പാടില്ല, വേറെ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്, റൈറ്റ്? സോ ഈ ഒരു ഓഫീസിനും, അതായത് വൈസ് പ്രസിഡന്റിനും there is a provision that you should not occupy any profit making position with the Indian state or local governments. It must be only, his source of income must only be this particular office. Is this clear? Can I go ahead? Yes, ma'am. All right. So we've completed 2 topics. Ini forest rights of tribals not settled for Great Nicobar project. നമ്മളിപ്പം ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂസ് ആണിത്. ഫൈൻ. സോ എന്താണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്? അതിന് മുന്നേ വാട്ട് എക്സാക്ട്ലി ഈസ് ഗ്രേറ്റ് നിക്കോബാർ? എവിടെയാണ് ഗ്രേറ്റ് നിക്കോബാർ ഉള്ളത്? Arabian Sea, Bay of Bengal? Bay of Bengal. Bay of Bengal, right? It is part of the Andaman and Nicobar Islands, right? So, നമുക്ക് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ this is our Andaman and Nicobar Islands. നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഇതാണ്. സോ ഇതിൽ തന്നെ ഏറ്റവും താഴെ വരുന്നതാണ് നമ്മുടെ ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്നത്, ഫൈൻ. This particular point here you see Great Nicobar. So ഈ ഒരു പോയിന്റിന്റെ ഏറ്റവും അടിയിൽ വരുന്ന ഒരു പോയിന്റ് ആണ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. Can you tell me which point that is? Indira Point. Indira Point. Very good. Okay. So Great Nicobar is
the UPSC especially if Andaman and Nicobar Islands are always a favorite topic, and UPSC usually asks to arrange the islands from north to south. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഓൾവേസ് റിമെമ്പർ ഏത് ഓർഡറിലാണ് നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, ലോവർ ആൻഡമാൻ, ലിറ്റിൽ ആൻഡമാൻ, കാർ നിക്കോബാർ. ഓൾറൈറ്റ്, ഈ ഒരു ഓർഡർ നമ്മൾ പഠിച്ച് പോവുക. Then we have the Great Nicobar as well. So this particular Great Nicobar Island ne kurichu parayananengil mostly tropical rainforest ulla, okay, 910 square kilometers of mostly tropical rainforest in the southeast Bay of Bengal. Great Nicobar is the largest and southernmost of the Nicobar Islands. Ettom valya island aanu, and it's the most southernmost island of the entire Nicobar Island stretch. Fine. So idinte prominence, first prominence നമ്മൾ already പഠിച്ചു കഴിഞ്ഞു, that mostly made of tropical rainforest. മൊത്തത്തിൽ 836 islands ആണ് Andaman and Nicobar Islandsനെ constitute ചെയ്യുന്നത്. There are 836 islands and which are separated by the 150 kilometer by 10 degree channel. നമ്മൾ പല ഡിഗ്രി ചാനൽസ് പല കോണ്ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വി ഹവ് സ്റ്റഡീഡ് അബൌട്ട് എ ലോട്ട് ഓഫ് പാരലൽസ്. അതേപോലെ തന്നെ ആൻഡമാനും നിക്കോബാറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ലാറ്റിറ്റ്യൂഡാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ 10 degree channel. Okay, this 10 degree channel separates Andaman in the north to Nicobar in the south. Just remember that 10 degree latitude ആണ് ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. In addition to a biosphere reserve and 2 national parks, ഇവിടെ ഓൾറെഡി ഒരു ബയോസ്ഫിയർ റിസർവും ഉണ്ട്, 2 നാഷണൽ പാർക്കും ഉണ്ട്, and it's also home to a lot of tribal inhabitants and non-tribal inhabitants. But our most of our concern goes to tribal inhabitants like Shompen, Onge, Andamanese, Nicobaris. ഇവരൊക്കെ ഇവിടെ ഉള്ള tribes ആണ്. Fine. These tribes are, most of them are particularly vulnerable tribes as well. What do you mean by PVTGs? What is PVTG? Particularly vulnerable tribal groups. എന്താണ് PVTG? We've studied, right? PVTGs, particularly vulnerable tribal group. എന്താണ് particularly vulnerable tribal group എന്ന് പറയുന്നത്? particularly vulnerable tribal groups എന്ന് പറയുമ്പം അവര് പ്രിമിറ്റീവ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്ത് അങ്ങനത്തെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഇങ്ങനെ അങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഇവര് ബേസിക്കലി ഇപ്പോഴും വളരെ ഇൻഡിജിനസ് ആയിട്ടുള്ള പ്രാക്ടീസസും അവരുടെ പോപ്പുലേഷൻ വുഡ് ബി വെരി ലെസ്. ഓക്കെ, their cultural significance is very high. Okay, if not protected, there is a very high chance that they are going to perish. Their practices are very different from the നമ്മളത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ആൻഡ് ഇപ്പോഴും ഒരു പ്രിമിറ്റീവ് സ്റ്റേജിൽ തന്നെ നിൽക്കുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ് അല്ലേ, ഇപ്പോഴും മോഡേൺ മാനിന്റെ അത്രയും എത്തിയിട്ടില്ല. they are still at a primitive stage. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രൈബ്സിനെയാണ് നമ്മൾ പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നുള്ളൊരു കാറ്റഗറൈസേഷൻ കൊടുക്കുന്നത്. റൈറ്റ്, 75ഓളം ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട് എന്നുള്ളതാണ്. So this Great Nicobar Island actually houses a lot of particularly vulnerable tribal groups, especially Shompen, Onge എന്ന് പറയുന്നത് particular. Nicobaris tribes ഒക്കെ അത്യാവശ്യം well advanced ആണ്. Fine, as in they've already blended with the rest of the population in that particular island. Whereas Shompen Onge's case, it's not the case with Shompen Onge. They still ichiri primitive aayittulla tribes aanu Shompen Onge okke. Now the southernmost point in the nation, also known as the Indira Point, formerly known as Pygmalion Point, is located at the tip of Great Nicobar Islands. But actually after tsunami, this particular point was for a time being ഇത് ഇല്ലായിരുന്നു അല്ലേ, Indira Point, and now they usually don't mention Indira Point as the southernmost tip of India. പണ്ട് ഇങ്ങനെ southernmost tip of India Indira Point ആണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം after the tsunami that happened, this Indira Point was missing, right? So it was also known as Pygmalion Point, and it's located at the tip of the Great Nicobar Islands. Ecological features ഇവിടെ include ചെയ്യുന്ന definitely coastal plains ഉണ്ട്. Okay, mountain peaks. How does
How is it possible that there are mountain peaks in this region? കടലിലായിട്ടും എങ്ങനെയാ മൗണ്ടൻ പീക്സ് വന്നിട്ടുള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ? Anybody who remembers why there are mountain peaks? Volcanic eruption. കേട്ടില്ല നവീൻ. Volcanic eruption. Volcanic eruption, not exactly. Usually they ഒരു reason പറയും for the presence of mountain ranges in പാർവതി എന്തെങ്കിലും പറയാനുണ്ടോ? No. No. Tectonic activities ആണ്. It was a result of tectonic activity. പക്ഷേ ഡയറക്ട്ലി നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് അരക്കന്യൂമ മൗണ്ടൻസ്. അരക്കന്യൂമ മൗണ്ടൻസ് ആർ മൗണ്ടൻ സ്ട്രെച്ച് ഇൻ വിച്ച് കൺട്രി? എനിബഡി? മ്യാൻമറിലുള്ള മൗണ്ടൻസ് ആണ് അരക്കന്യൂമ മൗണ്ടൻസ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മുടെ ഹിമാലയാസ് ഉണ്ടായ ഏകദേശം അതേ സമയത്ത് ഹിമാലയാസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് അരക്കന്യൂമ മൗണ്ടൻസ് നമ്മൾ മ്യാൻമറിൽ പറയുന്നത്. ഓക്കെ, സോ ഈ അരക്കന്യൂമ മൗണ്ടൻസ് കടലിന്റെ അടിയിൽ പൊങ്ങി വന്നതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്നുള്ളതാണ് വിശ്വാസം. ഓക്കെ, ജോഗ്രഫിക്കൽ ഡിസ്കവറീസ് അങ്ങനെയാണ് അവർ പറയുന്നത്, ജോഗ്രഫേഴ്സ്. Right, so Arakanyoma mountains pongi vannu because of tectonic activity. That is why Arakanyoma mountains was formed in the first place. I agree. പക്ഷെ നമുക്കതിനെ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ടെക്ടോണിക് ആക്ടിവിറ്റി ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന്റെ കാരണം എന്ന്. യു ഷുഡ് സേ ദാറ്റ് വൺസ് സബ്മേർജ്ഡ് ആയിരുന്ന അരക്കന്യൂമ മൗണ്ടൻസ് കടലിൽ നിന്ന് പൊങ്ങി വന്നാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഉണ്ടായിരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഇഫ് യു വിസിറ്റ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് യു വിൽ സീ എ ലോട്ട് ഓഫ് മൗണ്ടൻ. നമ്മൾ ഈ പറയുന്ന വെള്ളത്തിന്റെ ഇടയിൽ കൂടി ഒരുപാട് മലനിരകളും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ തിയറി ദാറ്റ് അരക്കന്യൂമ മൗണ്ടൻസ് emerged from the Bay of Bengal Sea, and that's how Andaman and Nicobar Islands were formed. Whereas ലക്ഷദ്വീപിൽ നമുക്ക് ഒന്നും ഇങ്ങനത്തെ മൗണ്ടൻ റീജിയൻ ഒന്നും ഇല്ല. ലക്ഷദ്വീപ് കംപ്ലീറ്റ്ലി കോറൽ ഐലൻഡ് ആണ്. ഓക്കെ, കോറൽസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഐലൻഡ്സ് ആണ്. ഓക്കെ, അറ്റോൾസ് അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ആണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. വേറെസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് പറയുന്നത് മൗണ്ടൻസ് പൊങ്ങി വന്നതാണ്. കോറൽസ് ഇവിടെ ഉണ്ട്, പക്ഷെ കോറൽസ് ഈ പറയുന്ന സബ്മേർജ്ഡ് ആയിട്ടുള്ള ഏരിയയുടെ ചുറ്റുപറ്റത്താണ് കോറൽസ് ഉള്ളത്. ലക്ഷദ്വീപിന്റെ അത്രയും കോറൽ റിച്ച് അല്ല ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഓക്കെ, ലക്ഷദ്വീപ് സോൺലി കോറൽ ഐലൻഡ്, മൊത്തത്തിൽ അതൊരു കോറൽ ഐലൻഡ് ആണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ നമുക്ക് കോറൽ ഐലൻഡ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് മൗണ്ടൻസ് സബ്മേർജ് ചെയ്ത് മൗണ്ടൻസ് എമേർജ് ചെയ്ത് വന്ന ഒരു റീജിയൻ ആയതുകൊണ്ട് തന്നെ നമുക്കതിന് ഈ ഒരു കോറൽ ഐലൻഡ് എന്നുള്ളൊരു പേര് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ this region has a lot of mountain peaks up to 642 meters high, Mount Tulier, and tropical wet evergreen forests. Marine turtles, crab eating macaques. Macaques എന്ന് പറയുന്നത് നമ്മുടെ കുരങ്ങിനെ പോലത്തെ അല്ലേ, കുരങ്ങ് ആണ്, കുരങ്ങിന്റെ ഒരു കാറ്റഗറിയാണ് മക്കാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡുഗോങ്സ്. വാട്ട് ആർ ഡുഗോങ്സ്? വാട്ട് ആർ ഡുഗോങ്സ്? എനിബഡി? What are dugongs? You've studied many times. Sea cows, right? Sea cows are dugongs in the പറയുന്നത്. And we've studied that the sea cow distribution is very rich in Gulf of Mannar region and certain parts of Bay of Bengal as well. ഇപ്പൊ ഈ ആൻഡമാൻ നിക്കോബാറിലെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിന്റെ അവിടെ നമുക്ക് ഈ സീ കൗസ് ഡുഗോങ്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും. ഓക്കെ, സോ ഡുഗോങ്സ്. പിന്നെ വരുന്നത് നിക്കോബാർ ട്രീ ഷ്രൂസ്. ഷ്രൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് സ്ക്വിറിൽ പോലത്തെ ഒരു ഒരു ആനിമലാണ്, ചെറിയൊരു ആനിമലാണ്. സെർപ്പന്റ് ഈഗിൾസ്, സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽസ്. നമ്മൾ സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽസ് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലുണ്ട് എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ പഠിച്ചായിരുന്നു, റൈറ്റ്? നമ്മൾ നമ്മുടെ വിച്ച് വാസ് ദ മാംഗ്രൂവ് ഫോറസ്റ്റ് ദാറ്റ് വി സ്റ്റഡീഡ് സുന്ദർബൻസ് പഠിച്ച സമയത്ത്, just day before, 2-3 classes before, right? We studied Sundarbans and we also spoke about how crocodile, saltwater crocodile distribution കൂടി വരികയാണ്, ഹാച്ചിങ്സ് കൂടി വരികയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. സോ സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ
and also in the Andaman and Nicobar Islands. Okay, so saltwater crocodile ഈ ഒരു region വളരെയധികം കൂടുതലാണ്. And more examples of fauna. There are a lot of fauna as well. So among the flora there are gymnosperms, bryophytes, lichens, phalaenopsis, species other or orchid ആണ്. Okay, these are certain faunas that are present here. Very എന്താ പറയുക, ഡൈവേഴ്സ് ആയിട്ടുള്ള ഫ്ലോറയും ഫോണയും ഉള്ള ഒരു റീജിയൻ ആണ് എന്നുള്ളതാണ് ഈ പോയിന്റ്സ് പറയുന്നത്. ബേസിക്കലി ജസ്റ്റ് ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എക്കോളജിക്കൽ ലാൻഡ്സ്കേപ്പ് ഇവിടെ ഗലാത്തിയ നാഷണൽ പാർക്ക്, ക്യാമ്പ്ബെൽ ബേ നാഷണൽ പാർക്ക്, ഗ്രേറ്റ് നിക്കോബാർ ബയോസ്ഫിയർ റിസർവ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ബിക്കോസ് ഇറ്റ്സ് വെരി എൻവയൺമെന്റലി സെൻസിറ്റീവ് റീജിയൻ. ഭയങ്കര എൻവയൺമെന്റൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ആൻ ഐലൻഡ്. ഓക്കെ, and it's made of something ഒരു നമ്മുടെ ഈ മൗണ്ടൻസ് എമർജ് ചെയ്ത് വന്ന ഒരു ഐലൻഡ് ആണ്. സോ യു നോ ദാറ്റ് ദിസ് പെർട്ടിക്കുലർ ഐലൻഡ് ഈസ് പ്രോൺ ടു ടെക്ടോണിക് ആക്ടിവിറ്റി ആസ് വെൽ. ബിക്കോസ് ഈ പ്ലേറ്റ് ആക്ടിവിറ്റി ഉള്ള സ്ഥലത്താണ് മൗണ്ടൻ ഫോർമേഷൻസ് ഉണ്ടായിരിക്കുന്നത്, റൈറ്റ്? സോ ഒരു സീസ്മിക് ആക്ടിവിറ്റി ഉള്ള റീജിയൻ ആണ്. പ്ലസ് ഈ ഒരു റീജിയനിലെ ഫ്ലോറയും ഫോണയുടെയും സിഗ്നിഫിക്കൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. And we've also told that majority of the region is covered with tropical rainforest. So all of this shows that this region is very, very, very ecologically significant. Okay, bhayankara ecological significance ulla oru region aanu, and there are so many tribes that are dependent on this particular ecology, right? All the tribes in this region are dependent on this ecology. So that again is another significance. So in 2013, as part of UNESCO's Man and Biosphere Program, MAB, right, this Great Nicobar Island was added to the World Network of Biosphere Reserve. Idine Biosphere Reserve aayittu UNESCO identify cheyda oru region aanu Great Nicobar Islands. Alright, so now we've studied about Great Nicobar. You have a basic idea about what Great Nicobar is. Now what exactly is the Great Nicobar Island project? Okay, so ഇത് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിന്റെ ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ് ആണല്ലോ. നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ് ആണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിന് പല പ്രോമിനൻസസ് ഉണ്ട്, പല സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റീജിയൻ ആണ്. വൈ? ബിക്കോസ് ഇറ്റ്സ് വെരി ക്ലോസ് ടു ഇന്തോനേഷ്യ. ഓക്കെ, നമ്മൾ മാപ്പ് എടുത്ത് നോക്കിയാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന്റെ തുമ്പ്, അതായത് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സ് ഇസ് ആക്ച്വലി വെരി ക്ലോസ് ടു ഇന്തോനേഷ്യ. ഇറ്റ്സ് വെരി ക്ലോസ് ടു ദ റെസ്റ്റ് ഓഫ് ദ സൗത്ത് ഈസ്റ്റേൺ. നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന കുറെ പോയിന്റ്സ് ഉണ്ട്. നമ്മുടെ ഇപ്പം മലാക്ക സ്ട്രെയിറ്റ് അല്ലേ, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ചില സ്ട്രെയിറ്റുകളാണ് മലാക്ക സ്ട്രെയിറ്റ്. ആൻഡ് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്സ് ഉള്ള റീജൻസ് പല രാജ്യങ്ങളും ഈ ഒരു സ്ഥലത്തുണ്ട്, ഈ ഒരു റീജിയനിൽ, ഐലൻഡ് റീജിയനിലുണ്ട്. സോ ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ട്രാൻസ്ഷിപ്മെന്റ്. നമുക്ക് ഈ ട്രാൻസ്ഫറിങ് ഓഫ് ഗുഡ്സ് ഫ്രം ഷിപ്പ് ടു ഷിപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു പോർട്ടൊക്കെ ഇവിടെ വരുവാണെങ്കിൽ അത് വളരെയധികം ഇന്ത്യക്ക് ഹെൽപ്ഫുൾ ആവും. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ എൻഹാൻസ് ആർ എക്കണോമിക്, നമ്മുടെ ഒരു എക്കണോമിക് സ്റ്റാൻസ് എൻഹാൻസ് ചെയ്യാനും ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ ഇവർ മെയിനായിട്ട് ഗ്യാസ് ആൻഡ് സോളാർ പവർ പ്ലാന്റ് ഉണ്ടാക്കാനും അതേപോലെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാനും ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടാക്കാനും, ബിക്കോസ് ഐ ജസ്റ്റ് ടോൾഡ് യു ഇറ്റ്സ് വെരി ക്ലോസ് ടു എ ലോട്ട് ഓഫ് പ്ലേസസ്. സോ അതിൻ്റെ തന്നെ ഒരു പ്രോമിനൻസിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടും ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഉണ്ടാക്കാനും ഒക്കെ ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So they have actually followed a review that was given by Niti Aayog that found potential of this particular island, especially because it's of equal distance between Port Klang, that is in Malaysia, and Singapore to the southeast, and Colombo in Sri Lanka to the southwest. ഒരു വല്ലാത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ കിടക്കുന്നത്. സോ മലേഷ്യയിലോട്ടും സിംഗപ്പൂരിലോട്ടും അതേപോലെ തന്നെ നമ്മുടെ കൊളംബോ പോർട്ടിലോട്ടും ഒക്കെ ഈക്വി ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഗ്രേറ്റ് നിക്കോബാർ കിടക്കുന്നത്. സോ it can aid in a lot of shipment procedures and transshipment procedures etc. So adana ivaru main aayittu focus cheyyunnathu. Idu develop cheyyunnathu Andaman and Nicobar Islands Integrated Development Corporation, and which is expected to conclude a greenfield international airport. Greenfield ennu parnal basically
ഒന്നേന്ന് തുടങ്ങുന്ന, അതായത് ലാൻഡ് അക്വയർ ചെയ്ത് ഒന്നേന്ന് ഒരു എയർപോർട്ട് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ ഫീൽഡ് എന്ന് പറയുന്നത്. വേറെസ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എയർപോർട്ടിനെ നമ്മൾ നന്നാക്കി വേറെ തന്നെ ഒരു എയർപോർട്ട് ആക്കി എടുക്കുന്നതിനെ നമ്മൾ ബ്രൗൺ ഫീൽഡ് എന്ന് പറയും. ഓക്കെ, സോ ഗ്രീൻ ഫീൽഡ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിലവിൽ ഒന്നും തന്നെ ഇല്ല. അവർ ഇനി ലാൻഡ് എടുത്ത് ഒന്നേന്ന് ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് ഒരു എയർപോർട്ട് ഉണ്ടാക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഗ്രീൻ ഫീൽഡ് എയർപോർട്ട്, റൈറ്റ്? സോ ഗ്രീൻ ഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട് ആൻഡ് ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ. ബേസിക്കലി ഒരു പോർട്ട് ഉണ്ടാക്കാൻ, ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്, എസ്പെഷ്യലി ഫോർ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്. മെയിൻ ആയിട്ട് മലാക്ക സ്ട്രേറ്റിൽ നിന്നൊക്കെ വരുന്ന ഗുഡ്സിനെ വേറെ വേറെ ചെറിയ ചെറിയ കപ്പലിലോട്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാനും, അല്ലെങ്കിൽ വൈസ വേഴ്സ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നതിനെ അങ്ങോട്ടേക്ക് വിടാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടായിട്ട് ഇതിനെ മാറ്റാനാണ് ഇവരുടെ ഉദ്ദേശം. ഓക്കെ, ദേ ആർ ഓൾസോ anticipated to engage Great Nicobar in the regional and global marine economy by becoming a significant participant in cargo transshipment. It is situated near the Malacca Strait, the primary waterway that links the Indian Ocean to the Pacific. You guys know about Malacca Strait, so I'm not going to elaborate on Malacca Strait. Okay, there is no human habitation in Galatea Bay, which is the location of the proposed ICCT and power plant on Great Nicobar Island southeast corner. If a propose ചെയ്തിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളിൽ ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇല്ല. പക്ഷെ ഡു യു തിങ്ക് ഹ്യൂമൻ ഹാബിറ്റേഷൻ ഉള്ള സ്ഥലത്തോട്ട് ഇത് ഇമ്പാക്ട് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Do you think? We've already told how ecologically sensitive zone this is and how much of rainforests are present in this Great Nicobar. ഇങ്ങനത്തെ ഇത്ര വലിയ പ്രോജക്ട്സ് ഇവിടെ നമ്മൾ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്ര വലിയ പ്രോജക്ട്സ് നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡു യു തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഡീഫോറസ്റ്റേഷൻ, വിത്തൗട്ട് റിമൂവൽ ഓഫ് പറഞ്ഞു കത്തും? നോ, റൈറ്റ്? It's going to bring in massive destruction. So we'll study about the consequences, what are the issues tomorrow. I hope Great Nicobar is very clear, and I hope this concept is very clear. Great Nicobar Island le endana cheyan povunathu, the project is clear. Clear aano? Ningalum doubt undo? Doubt illa ma'am. All good? Parvati, Ananya, Neha, I mean Naveen. Yes, miss. Okay, Doubt illa ma'am. all right. So then we'll wind up for today. You guys have exam today? No ma'am. No ma'am. Okay, No, ma'am. all right. When are your exams starting? Ado കഴിഞ്ഞോ ഓണപരീക്ഷ? ഓണം Finish. കഴിഞ്ഞിട്ടാ. The vacation. ഓണം കഴിഞ്ഞു. ഓണം കഴിഞ്ഞാണ്. Okay, okay. All right, fine then, guys. All the best to prepare well. We'll meet tomorrow. Okay. Thank you. Thank you, miss. Thank you.